الحمد لله الذي أنزل على عبده الكتاب ولم يجعل له عوجا هو الذي أرسل رسوله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. أيها الأخوة الأحباء، أوصيكم وإياي أولا بتقوى الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. والليل إذا يغشى والنهار إذا تجلى وما خلق الذكر والأنثى إن سعيكم لشتى فأما من أعطى واتقى وصدق بالحسنى فسنيسره لليسرى وأما من بخل واستغنى وكذب بالحسنى فسنيسره للعسرى وما يغني عنه ماله إذا تردى إن علينا للهدى وإن لنا للآخرة والأولى فأنذرتكم نارا تلظى لا يصلاها إلا الأشقى الذي كذب وتولى وسيجنبها الأتقى الذي يؤتي ماله يتزكى وما لأحد عنده من نعمة تجزى إلا ابتغاء وجه ربه الأعلى ولسوف يرضى. صدق الله العظيم. പ്രിയമുള്ള സഹോദരീ സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ മാനിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് ആദ്യമായി എന്നോടും പിന്നെ നിങ്ങളോടും ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. ഈ പ്രപഞ്ചത്തിലുള്ള സകല സൃഷ്ടികളിലും ഒരു പ്രത്യേകതയുണ്ട്. അവയെല്ലാം സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് ജോഡികളായിട്ട്, ഇണകളായി സൃഷ്ടിച്ചിരിക്കുന്നു. ഇണയില്ലാത്ത ഒന്ന് സൃഷ്ടാവായ അല്ലാഹു സുബ്ഹാനഹു വ തആല മാത്രം ഏകവും ഏകമാനവുമുള്ള ഒരു പ്രതിഭാസം, സൃഷ്ടാവ്. യഥാർത്ഥത്തിൽ മനുഷ്യ മനസ്സിൻ്റെ സങ്കല്പത്തിന് അല്ലെങ്കിൽ സങ്കല്പശക്തിക്ക് അതീതമാണ് അതിനെ പൂർണ്ണമായി മനസ്സിലാക്കുക എന്നുള്ളത്. നമുക്ക് എല്ലാം ഏറ്റവും കുറഞ്ഞത് ദ്വിമാനങ്ങൾ, രണ്ട് വശം, അത് നമുക്ക് മനസ്സിലാവും. ഒരു വശം മാത്രമുള്ള ഒരു സംഗതിയും നമുക്ക് പിടിയിട്ടില്ല. കുറച്ച് ആഴത്തിൽ ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഒരഗ്രം മാത്രമുള്ള ഒന്നും ഈ പ്രപഞ്ചത്തിലില്ല. മുമ്പ് പലപ്പോഴും സൂചിപ്പിച്ച പോലെ ഏകാഗ്രം എന്നൊക്കെ പറയാറുണ്ടെങ്കിലും അങ്ങനൊന്നില്ല. അപ്പോൾ വളരെ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ആഴത്തിൽ ചിന്ത പോകുമ്പോൾ ഉൾക്കൊള്ളാനാവാത്ത ഒരു ഏകമായ ഒരു സംവിധാനമാണ് സൃഷ്ടാവ് സ്വയം സ്വീകരിച്ചിട്ടുള്ളത്. സൃഷ്ടികൾക്കെല്ലാം ഇണയും തുണയുമാണ്, പേരാണ്, സൗജൈനി എന്നൊക്കെ പറയാം.
വമിൻ കുല്ലി ഷൈഇൻ ഖലഖനാ സൗജൈനി ലഅല്ലകും തദക്കറൂൻ. എല്ലാത്തിലും നാം ഇണകളെ സൃഷ്ടിച്ചിട്ടുണ്ട്. എല്ലാത്തിനെയും നാം ഇണകളായിട്ടാണ് സൃഷ്ടിച്ചിട്ടുള്ളത്. നിങ്ങൾ ചിന്തിച്ച് മനസ്സിലാക്കാൻ വേണ്ടി. നമ്മളെ നിത്യജീവിതത്തിൽ കാണാറുണ്ട്, എല്ലാ സംവിധാനങ്ങളിലും ഇണകളെ കാണാം. പക്ഷെ നമ്മളങ്ങനെ ചിന്തിക്കാറൊന്നുമില്ല. കോഴിയും താറാവും അതുപോലെ തന്നെ ആടും പശുവും കാളയും ഒക്കെ ഉള്ള ചുറ്റുപാടാണ് നമുക്കുള്ളത്. പക്ഷെ അവരുടെ ആ ഇണയും തുണയും എന്നുള്ള ജീവിതത്തിൻ്റെ ഒഴുക്കിനെ കുറിച്ച് ഗൗരവമായി നമ്മൾ ചിന്തിക്കാറില്ല. മനുഷ്യനിലും അങ്ങനെയാണ്. ആണും പെണ്ണുമെന്ന് അടിസ്ഥാനപരമായി മനുഷ്യനാണ്. പക്ഷേ രണ്ട് രീതിയിലാണ് ഫങ്ഷൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. രണ്ടിനെയും കൂടി യോജിപ്പിച്ചു കൊണ്ടുപോകുന്ന ഘടകങ്ങൾ വേറെ. പരസ്പരാകർഷണം, വിയോജിപ്പുകൾ ഉണ്ടാവുമെങ്കിലും ആകർഷണത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നിലനിൽക്കുന്നത്. വ്യത്യസ്തമായ രണ്ട് രീതികൾ. ഇത് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഈ പ്രപഞ്ചത്തിൻ്റെ സംവിധാനം ചിന്തിച്ചു മനസ്സിലാക്കാനും ആഴത്തിൽ പഠിക്കാനും ഒരുപാട് ഉദാഹരണങ്ങൾ ഖുർആനിൽ ചൂണ്ടിക്കാണിക്കുന്നു. അതുപോലെ തന്നെ മനുഷ്യനിലെ സദാചാരത്തിൻ്റെ കാര്യത്തിലും വിശ്വാസത്തിൻ്റെ കാര്യത്തിലും വിഭിന്നമായ നിലകളുണ്ട്. നല്ലതും ചീത്തയും എന്ന് പറയുന്നത് പോലെ, രാവും പകലും എന്ന് പറയുന്നത് പോലെ എല്ലാത്തിലും ഇണകളെ സൃഷ്ടിച്ചത് അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യനെ അവൻ്റെ ആദർശത്തിലും ഇണ അല്ലെങ്കിൽ രണ്ട് രീതി അനുവർത്തിക്കാനുള്ള അവസരം ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് എന്നുള്ളത്. അതിന് പ്രപഞ്ച പ്രതിഭാസത്തെ മുൻനിർത്തിക്കൊണ്ട് മനുഷ്യനോട് അല്ലാഹു സുബ്ഹാനഹു വ തആല ആണയിട്ട് പറയുന്ന ഒരുപാട് സൂറത്തുകൾ ഖുർആനിലുണ്ട്. ഇവിടെ സൂറത്തുൽ ലൈൽ അത് അന്ധകാരത്തെ മുൻനിർത്തിക്കൊണ്ടാണ് സംസാരിക്കുന്നത്. സൂറത്തുൽ നൂറും സൂറത്തുൽ ഷംസും സൂറത്തുൽ ദുഹായും ഒക്കെ പ്രകാശത്തെ മുൻനിർത്തിക്കൊണ്ടാണ് സംസാരിക്കുന്നത്. അത് പോസിറ്റീവായിട്ടുള്ള സംഗതികളെ കൂടുതൽ മുൻനിർത്തിക്കൊണ്ട്. ഇവിടെ അന്ധകാരത്തിൻ്റെ ശക്തി, അതുണ്ടാക്കുന്ന വിന, അതിൽ പെട്ടുപോയാലുണ്ടാകുന്ന നഷ്ടം എന്നിവ ശരിക്കും ബോധ്യമാകുന്നതിന് വേണ്ടി അന്ധകാരത്തെ മുന്തിച്ചു പറയുന്നു. ഘനാന്ധകാരം ഈ നാം കാണുന്ന ഇരുട്ടിൽ മാത്രമല്ല എന്നുള്ള. ജീവിതത്തിൽ അന്ധകാരം എന്ന് പറയുമ്പോൾ നമ്മൾ കാണുന്ന ഇരുട്ട്, അതിലൊരു പ്രതിഭാസമായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ചൂണ്ടിക്കാണിച്ചതാണ്. എല്ലാത്തിനെയും മൂടിക്കളയുന്ന, ഒന്നും വ്യക്തമല്ലാത്ത രാത്രി, ഇരുൾ മുറ്റിയ രാത്രി. അപ്പുറത്താണെങ്കിലോ അത് കഴിഞ്ഞാൽ എല്ലാത്തിനെയും വെളിവാക്കുന്ന, സ്വയം വെളിവായതും മറ്റുള്ള എല്ലാത്തിനെയും വെളിവാക്കുന്നതുമായ പകൽ, പ്രക്ഷോഭിതമായ പകൽ. ഈ രണ്ട് പ്രതിഭാസങ്ങളെയും എടുത്ത് ഒന്നൊന്നിനെ തേടി ഓടുന്നു എന്നാണ് ഖുർആൻ പറയുന്നത്. രാവ് പകലിനെ തേടി ഓടുകയും പകൽ രാത്രിയെ തേടി ഓടുകയും ചെയ്യുന്ന ഒരു പ്രത്യേകമായി ജീവനുള്ള രണ്ട് സംഗതികളുടെ മത്സര ഓട്ടം പോലെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ചിത്രീകരിക്കുന്നത്. ഇത് മനുഷ്യ മനസ്സിലേക്ക് കൂടുതൽ ആഴത്തിൽ സംഗതികൾ ഇറങ്ങിച്ചെല്ലാൻ വേണ്ടി. അന്ധകാരം നമുക്കറിയുന്നത് പോലെ വളരെ വിഷമം പിടിച്ചതാണ്. ഇരുട്ടിൽ എല്ലാവർക്കും ഭയമാണ്. ഇരുട്ട് നമ്മളെ ആശ്വസിപ്പിക്കുകയല്ല, ദുഃഖിപ്പിക്കുകയും വേദനിപ്പിക്കുകയും ചെയ്യുന്നതാണ്. ജീവിതത്തിൻ്റെ ഇരുട്ടും അങ്ങനെ തന്നെയാണ്. ജീവിതത്തിൻ്റെ ഇരുട്ടും വെളിച്ചവും തിരിച്ചറിയാതെ വന്നാൽ നാശമുണ്ടാവുമെന്നുള്ളതിന് ലോകചരിത്രം സാക്ഷിയാണ്. ദ പവർ ഓഫ് ഡാർക്ക്നെസ്, അന്ധകാരത്തിൻ്റെ ശക്തി. ടോൾസ്റ്റോയിയുടെ വളരെ പ്രധാനപ്പെട്ട ഒരു നോവലാണ്. അന്ധകാരത്തിന് എത്രമാത്രം ശക്തിയുണ്ട് എന്നുള്ളത്, അത് മനുഷ്യ ജീവിതത്തെ എങ്ങനെ വിഷമിപ്പിക്കുമെന്നുള്ളതിനെ സംബന്ധിച്ച് നല്ല 1ാം ക്ലാസ് ഒരു ചിത്രീകരണം. അപ്പോൾ അന്ധകാരത്തിന് അതിൻ്റേതായ ചില പൈശാചികമായ ശക്തിയാണ് അന്ധകാരത്തിൻ്റെ ശക്തി. മനുഷ്യന് ജീവിതത്തിൻ്റെ ശരിയായ ദിശാബോധം ലഭ്യമായിട്ടില്ലെങ്കിൽ അവിടെ പൈശാചികത ശക്തികളാണ് യഥാർത്ഥത്തിൽ മനുഷ്യൻ നയിക്കുക എന്നുള്ളതിന് ലോകചരിത്രത്തിൽ ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മുടെ അയൽ രാജ്യത്ത് ഒരു സ്കൂളിൽ കയറി കുരുന്നു കുട്ടികളെ വെടിവെച്ച് കൊന്നൊരു സംഭവം, കിരാതമായ ഒരു സംഭവം. അതൊരൊറ്റപ്പെട്ട സംഭവമല്ല, നമുക്കറിയാം.
ലോകത്തിൽ ഇങ്ങനെ സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നു. കുറേ വർഷങ്ങൾക്ക് മുമ്പ് അന്ന് അഫ്ഗാനിസ്ഥാനിൽ ഒരു ജനകീയ സർക്കാരിനെ റഷ്യൻ സാമ്രാജ്യത്വ വികസന മോഹം കൊണ്ട് അവരട്ടിമറിച്ചു. അത് കഴിഞ്ഞ് അവിടെ ജനരോഷം ഉണ്ടായപ്പോൾ അത് മുതലെടുത്ത് അവിടെ ഒരു താലിബാൻ എന്ന് പറയുന്ന ഒരു അനധികൃത സേനയെ കൊണ്ടുവന്ന പാശ്ചാത്യർക്ക് തന്നെ പിന്നീട് അത് വിനയായി. അതിൻ്റെ ചുവട് പിടിച്ച് വേറെ പല പേരുകളിലും പല രാജ്യങ്ങളിലുണ്ടായി. അഫ്ഗാനിസ്ഥാൻ്റെ അടുത്തുള്ള രാജ്യത്ത് അതിൻ്റെ ബാക്കിപത്രം എന്നുള്ള നിലയ്ക്ക് പൊട്ടിമുളച്ച ഒരു വിഭാഗമാണ് ഈ കിരാതമായ കൂട്ടക്കൊല നടത്തിയത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പാശ്ചാത്യ ലോകം ഭീകരവിരുദ്ധ യുദ്ധത്തിൻ്റെ പേരിൽ യാതൊരു ലക്കും ലഗാനുമില്ലാതെ നാട്ടാരെയും മനുഷ്യന്മാരെയും അല്ലാത്തവരെയൊക്കെ വെടിവെച്ച് കൊല്ലുമ്പോൾ യഥാർത്ഥത്തിൽ അതിൽ നിന്നാണ് ഈ വൈരാഗ്യ ബുദ്ധി പൊന്തി വരുന്നത് എന്ന് പഠിച്ചെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ലോകത്തെവിടെയും അങ്ങനെ തന്നെയാണ്. അനീതി നടക്കുമ്പോൾ, അക്രമികൾ അഴിഞ്ഞാടുമ്പോൾ അതിനെതിരെ ആളുകൾ പ്രതികരിക്കും. അക്രമത്തെ അക്രമം കൊണ്ട് നേരിടാൻ ഇസ്ലാം അനുവദിക്കുന്നില്ല. പക്ഷേ സമൂഹത്തിൽ അക്രമം കൊണ്ട് നേരിടുന്ന പുതിയ പ്രവണതകൾ പൊന്തി വരും എന്നുള്ളതാണ്. ജീവിതത്തെക്കുറിച്ച് ശരിയായ ദിശാബോധമില്ലാത്തതിൻ്റെ പേരിൽ സംഭവിക്കുന്നതാണ്. സാധാരണ ജനങ്ങളുടെ ഭീകരത അതിനേക്കാൾ കൊടും ഭീകരതയാണ് ഭരണകൂട ഭീകരതകൾ. ലോകത്തിലെ പല ഭരണകൂടങ്ങളും അവർക്ക് താല്പര്യമില്ലാത്ത അവരുടെ ആദർശ അഭിലാഷങ്ങൾക്കെതിരായ ആളുകളെ പിടിച്ച് കൽത്തുറുങ്കിലടക്കുകയും അതുപോലെ തന്നെ ക്രൂരമായ മർദ്ദന പീഡനങ്ങൾ ഏൽപ്പിക്കുകയും ചെയ്യുന്നു എന്ന് നമ്മുടെ സമകാലിക ചരിത്രം നമ്മളോട് പറഞ്ഞു തരുന്നതാണ്. യാതൊരു തത്വദേശീയമില്ലാതെ ആളുകളെ കൊന്നൊടുക്കുന്ന ക്രൂരന്മാരായ ഭരണാധികാരികളെ പോലെ തന്നെ ആധുനിക ജനാധിപത്യ സംവിധാനമുള്ള രാജ്യത്തിലെ ആളുകളും പെരുമാറുന്നു എന്നുള്ളതിന് അവരുടെ തന്നെ രാജ്യത്തെ റിപ്പോർട്ടുകൾ നമുക്ക് വിവരം തരുന്നുണ്ട് എന്നുള്ള. അപ്പോൾ ഇവിടെയൊക്കെ സംഭവിക്കുന്നത് അന്ധകാരത്തിൻ്റെ പൈശാചിക ശക്തികളുടെ പ്രവർത്തനങ്ങളാണ്. അന്ധകാരത്തിൻ്റെ ശക്തി നോക്കുക, അതിന് വലിയ തോതിൽ ലോകത്തെ മുഴുവൻ കീഴടക്കാൻ കഴിയില്ലെങ്കിലും മനുഷ്യ ജീവിതത്തിൽ വേദന ഉണ്ടാക്കാനും പ്രയാസം ഉണ്ടാക്കാനും ബുദ്ധിമുട്ടുണ്ടാക്കാനും സാധിക്കുന്നതാണ്. ആ രാവ് മൂടും പോലെ, പകലിൻ്റെ പ്രകാശം കെടുത്തിക്കളയുന്ന രാവ് മൂടുന്നത് പോലെ ജീവിതത്തിൻ്റെ മേഖലയിൽ രാത്രി വന്ന് മൂടിയാൽ എങ്ങനെ ഉണ്ടാവും? ഈ പകലിൻ്റെ പ്രശോഭിത മനസ്സിലാക്കാനാണ് രാവിൻ്റെ അന്ധകാരത്തെക്കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് പറയുന്നത്. പകൽ മാത്രം നമുക്ക് പഠിപ്പിച്ചാലും മനസ്സിലാവാത്ത തരത്തിലുള്ള ഒരു മാനസികമായ സംവിധാനമാണ് അല്ലാഹു തആല നമുക്കുണ്ടാക്കി തന്നിട്ടുള്ളത്. അപ്പോൾ രാവ് എന്താണ് എന്ന് അറിയുമ്പോഴാണ് പകലിൻ്റെ പ്രാധാന്യം, വഴികേട് എന്താണെന്ന് അറിയുമ്പോഴാണ് സന്മാർഗത്തിൻ്റെ പ്രാധാന്യം മനുഷ്യന് മനസ്സിലാവുക. വഴികേടിൻ്റെ ബുദ്ധിമുട്ടും പ്രയാസങ്ങളും മനുഷ്യൻ അറിയുമ്പോഴാണ് സന്മാർഗത്തിൻ്റെ ആശ്വാസവും സമാധാനവും മനുഷ്യന് മനസ്സിലാവുക. കള്ള് നിരോധിച്ചപ്പോൾ ആദ്യം നമസ്കാരത്തിൻ്റെ സമയത്ത് കള്ളുടിക്കരുതെന്ന് പറഞ്ഞപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു എതിരഭിപ്രായം പറഞ്ഞു. അള്ളയാണല്ലോ ചെയ്തത് റസൂൽ വഴി, അത് പൂർണ്ണമായി നിരോധിക്കണം. റസൂൽ പുഞ്ചിരിച്ചു. എന്താ ഉമറേ? അല്ല പ്രവാചകരെ, എനിക്കറിയാം അതിൻ്റെ യാഥാർത്ഥ്യം എന്താണ്, അതുണ്ടാക്കുന്ന കുഴപ്പമെന്താണ്, മദ്യം സമൂഹത്തിലുണ്ടാക്കുന്ന കുഴപ്പങ്ങൾ എന്താണെന്ന് അനുഭവിച്ചറിഞ്ഞവനാണ് ഞാൻ. അതുകൊണ്ട് ഞാൻ ഉറപ്പിച്ചു പറയുന്നു, അത് പൂർണ്ണമായി നിരോധിക്കണം. 3-ാം ഘട്ടത്തിലാണ് അത് നിരോധിച്ചത്. അപ്പോൾ അവിടെ എങ്ങനെ ഒരു ഇസ്ലാമിക ലോകത്ത് പിന്നീട് പ്രഗത്ഭനായ ഭരണാധികാരിയായി വന്ന ഉമർ റളിയല്ലാഹു അൻഹു ഒരു അഭിപ്രായം പറഞ്ഞത് ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. കാരണം അനാവശ്യങ്ങളുടെയും അക്രമങ്ങളുടെയും തിക്താനുഭവങ്ങൾ ഒരുപാട് അനുഭവിച്ച ഒരു വ്യക്തിയിൽ നിന്നുള്ള ഒരു പാഠം അവിടെ ജനങ്ങളെ പഠിപ്പിക്കുകയാണ്. ഇവിടെ വളരെ ഗൗരവമായി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സംഗതി, അന്ധകാരം പോലെ തന്നെ അക്രമവും അനീതിയും മർദ്ദനവുമൊക്കെ മനുഷ്യ ജീവിതത്തിന് ശാന്തിയും സമാധാനവും അല്ല തരുന്നത്. ആരാണോ അത് നടത്തുന്നത് അവർക്ക് പോലും ഒരിക്കലും ആശ്വാസം കൊടുക്കാത്ത ഒന്നാണ്. ഒരു രാജ്യത്ത് ഭരണം കിട്ടിയതിൻ്റെ പേരിൽ ആളുകളെല്ലാം നമ്മുടെ താല്പര്യത്തിനൊത്ത് മാറ്റിക്കളയാമെന്ന് വിചാരിക്കുന്ന ഭരണാധികാരികൾ കുറഞ്ഞ കാലം മാത്രമേ ഇവിടെ ജീവിക്കുള്ളൂ.
ഏറിയാൽ 60-70 വയസ്സ്, 80-90 ആയാൽ അവരെയൊന്നും പിന്നെ ഇതിനകത്ത് ഇരുത്താനും പറ്റില്ല. കാരണം അത്തുംബുദ്ധായിപ്പോകും. ഇപ്പൊ ഭൂമിയിലെ ജീവിതം നിശ്ചയിക്കപ്പെട്ടതാ. ആ നിശ്ചയിക്കപ്പെട്ട ജീവിതത്തിനിടയിൽ ജീവിതത്തെക്കുറിച്ച് ശരിയായ ബോധമില്ലാതെ എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടിയാൽ അത് അവർക്ക് തന്നെ തീരാ നഷ്ടമുണ്ടാവും. അവർ അന്ധകാരത്തിലൂടെ ഊളിയിട്ട് നീങ്ങുകയാണ്. പ്രകാശത്തിന്റെ വഴി അവർ കാണുന്നില്ല. ഇങ്ങനെ ഖുർആനിലൂടെ നമ്മൾ ഇങ്ങനെ പോയാൽ ഒരുപാട് സംഗതികൾ, അന്ധകാരത്തിന്റെ വിഷമതകൾ, പ്രകാശത്തിന്റെ അനുഭൂതികൾ, പ്രകാശത്തിന്റെ സന്തോഷം, ഇതൊക്കെ വിശദീകരിക്കുന്ന നമുക്ക് കാണാൻ കഴിയും. അല്ലാഹു നൂറുസ്സമാവാതി വൽ അർദ് എന്ന് പറഞ്ഞ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പ്രകാശത്തെക്കുറിച്ച് തന്നെ പറയുന്നു. മനുഷ്യൻ പ്രകാശത്തിൽ നിന്ന് പ്രകാശത്തിലേക്ക് ഉയർത്തി കൊണ്ടുപോകുന്ന ഒരു ഉന്നതമായ ഒരു വിധാനം നമുക്ക് കാണിച്ചിരുന്നുണ്ട്. അപ്പോൾ അന്ധകാരം വെടിഞ്ഞ് പ്രകാശത്തിന്റെ മാർഗത്തിലേക്ക് പോകണമെങ്കിൽ അന്ധകാരത്തിന്റെ വ്യഥയെക്കുറിച്ചും വേദനയെക്കുറിച്ചും പ്രയാസത്തെക്കുറിച്ചും മനുഷ്യനൊരു ബോധ്യം ഉണ്ടാവണം. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ചൂണ്ടിക്കാണിച്ചോളൂ, ഈ ഇരുൾ മൂടുന്ന രാവ് കണ്ടില്ലേ, അതിൻ്റെ അപ്പുറം വന്നഹാരി ഇദാ തജല്ല, നല്ല പ്രശോഭിതമായ പകൽ നിങ്ങൾ കരുതുന്നത് കണ്ടില്ലേ. രാവിൽ നിങ്ങളുടെ മനസ്സിലുണ്ടാകുന്ന വികാരങ്ങളല്ലല്ലോ പകലിലുണ്ടാകുന്നത്. അത് മഹോന്നതമായ പ്രതീക്ഷയുമായിട്ടാണ് പകൽ എപ്പോഴും കടന്നു വരുന്നത്. കൂട്ടത്തിൽ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം പറയാം, വമാ ഖലഖൽ ദക്കറ വൽ ഉൻസ, ആണും പെണ്ണും നിങ്ങൾ ജീവിക്കുന്നുണ്ട്. അതിൻ്റെ സൃഷ്ടി വൈഭവത്തെക്കുറിച്ച് എപ്പോഴെങ്കിലും നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? അതിനെക്കുറിച്ച് സാക്ഷി നിർത്തിക്കൊണ്ട്, അതിനെ പിടിച്ച് നാണയിട്ടുകൊണ്ട് സാക്ഷി നിർത്തിക്കൊണ്ട് നാം പറയുകയാണ്, ഇന്ന സഅയക്കും ലശത്ത, നിങ്ങളുടെ പ്രയത്നങ്ങളും വിഭിന്നങ്ങളായിരിക്കും. ഈ പ്രപഞ്ചത്തിലെ ഈ വ്യത്യസ്തമായ രീതി പോലെ തന്നെ പ്രയത്നങ്ങളിലും വിഭിന്നമായ രൂപങ്ങളുണ്ട്. 2 വിഭാഗമായിട്ട് മൊത്തം മനുഷ്യനങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല തിരിക്കുകയാണ്. ഇവിടെ പ്രപഞ്ച പ്രതിഭാസങ്ങളുടെ ചട്ടക്കൂട്ടിൽ നിന്ന് കൊണ്ട് പ്രയത്നത്തിൻ്റെയും പ്രതിഫലത്തിൻ്റെയും മൗലിക യാഥാർത്ഥ്യം അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യനെ പഠിപ്പിക്കുക. അല്ലാഹു സൃഷ്ടിച്ച സംവിധാനത്തിൻ്റെ ഉള്ളിൽ നിന്ന് നിങ്ങൾ ചിന്തിക്കുകയും വിശ്വസിക്കുകയും ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുമ്പോൾ എന്തെന്താണ് സംഭവിക്കാൻ പോകുന്നത്, അതുകൊണ്ട് ഏത് ധാരയിലേക്ക് നിങ്ങൾ നീങ്ങണം എന്നതിനെ സംബന്ധിച്ച് വിശദാംശങ്ങൾ പഠിപ്പിച്ചുകൊണ്ടാണ് യഥാർത്ഥത്തിൽ ഈ കാര്യങ്ങൾ പറയുന്നത്. അമ്മാമൻ അഅത വത്തഖ വസദ്ദഖ ബിൽ ഹുസ്ന, അഅത എന്നൊരു വാക്കേ ഉപയോഗിച്ചുള്ളൂ. നൽകുകയും സൂക്ഷ്മത പാലിക്കുകയും ഉത്കൃഷ്ട നടപടികളെ സത്യപ്പെടുത്തുകയും ചെയ്യുന്ന ഒരു വിഭാഗം. മനുഷ്യരുടെ പ്രയത്നങ്ങളെ 2 വിഭാഗമായിട്ട് തിരിക്കുന്നു. ഒന്ന് നൽകുക എന്ന് പറഞ്ഞാൽ മുഖ്യ പണ്ഡിതന്മാരും അവിടെ ധനവിനിയോഗത്തെക്കുറിച്ചാണ് പറയുന്നത്. ചില പണ്ഡിതന്മാർ അല്ലെങ്കിൽ കുറേ ആഴത്തിൽ പഠിക്കുന്ന ആളുകൾ എല്ലാ തരത്തിലുള്ള നൽകലും അതിൽപ്പെടുത്തിയിട്ടുണ്ട്. വമിമ്മാ റസഖ്നാഹും യുൻഫിഖൂൻ, ഒരാളിൻ്റെ പണം നൽകുന്നതിന് മാത്രമല്ല, എന്തൊക്കെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരാളിന് നൽകിയത് അതൊക്കെ മറ്റുള്ളവരുടെ ക്ഷേമത്തിന് വേണ്ടി നൽകുക എന്നൊരു മാനസികാവസ്ഥ. ആരോഗ്യം കിട്ടിയിട്ടുണ്ടെങ്കിൽ പണം ഇല്ലെങ്കിലും ആരോഗ്യം കൊണ്ട് ആളുകളെ സഹായിക്കാം, ബുദ്ധി കൊണ്ട് ആളുകളെ സഹായിക്കാം, വിജ്ഞാനം കൊണ്ട് ആളുകളെ സഹായിക്കാം, സ്ഥാനം കൊണ്ട് ആളുകളെ സഹായിക്കാം. അപ്പോൾ വമിമ്മാ റസഖ്നാഹും യുൻഫിഖൂൻ, അല്ലാഹു സുബ്ഹാനഹു വ തആല എന്താണ് നൽകിയിട്ടുള്ളത് അത് ചെലവഴിക്കുക എന്നുള്ളത്. അപ്പം നൽകാൻ, പിടിച്ചു വെക്കാനല്ല, എന്തെങ്കിലും നമുക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് മറ്റുള്ളവർക്ക് നൽകാനുള്ള മനസ്സുള്ള മനുഷ്യർ. ഇവിടെ ഈ ഈമാനേക്കാളും മുൻപന്തിയിൽ നൽകുക എന്നൊരു സംഗതി, യഥാർത്ഥത്തിൽ ആ ഈമാൻ ഉണ്ടെങ്കിൽ ഈ നൽകാനുള്ള ഒരു പ്രചോദനം ഉണ്ടാവുള്ളൂ. എങ്കിലും ഇവിടെ മുൻകടത്തി പറഞ്ഞത് നൽകുക. പിന്നെയാണ് ഈമാനുമായി ബന്ധപ്പെട്ട തഖ്വയെക്കുറിച്ച് പറയുന്നത്. സൂക്ഷ്മത പാലിക്കുക എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ നിയമനിർദ്ദേശങ്ങൾ മൊത്തത്തിൽ പാലിക്കുക എന്നുള്ളതാണ്. വസദ്ദഖ ബിൽ ഹുസ്ന, ഉത്കൃഷ്ട നടപടികളെ സത്യപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ ശരിയാണെന്ന് പറയുക എന്നുള്ളതല്ല, അത് പ്രായോഗിക ജീവിതത്തിൽ പ്രാവർത്തികമായി സാക്ഷ്യം വഹിക്കുക എന്നാണ് അറ്റസ്റ്റേഷൻ എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ അൽ ഈമാൻ വ അമൽ സ്വാലിഹ്, സത്യവിശ്വാസവും സൽക്കർമ്മവും അതിൽപ്പെട്ട തന്നെയാണ് ഈ നൽകലും. അപ്പോൾ ലഭ്യമായത് മറ്റുള്ളവർക്ക് നൽകുകയും സൂക്ഷ്മത പാലിക്കുകയും ഉത്കൃഷ്ട നടപടികളുമായി ജീവിതത്തിൽ മുന്നോട്ട് പോവുകയും ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിതത്തിൻ്റെ വഴിത്താര തുടക്കത്തിൽ പ്രയാസകരമാണെങ്കിലും ഫസനുയസ്സിറുഹു ലിൽ യുസ്റ, ആശ്വാസത്തിൻ്റെ വഴിയിൽ നാം എത്തിച്ചു കൊടുക്കുന്നു.
ഫസനുയസ്സിറുഹു ലിൽയുസ്ര. അവിടെ ഈ കണ്ടിന്യൂസ് ടെൻസ് ആണ്. ഫസൗഫ യസ്സിറുഹു എന്നല്ല പറഞ്ഞത്, പിന്നീട് ചെയ്യുമെന്നുള്ളതല്ല. അവൻ ആ വഴിയിൽ പ്രവേശിക്കുമ്പോൾ തന്നെ സനുയസ്സിറുഹു. സാധാരണ പെർഫെക്റ്റ് ടെൻസും കണ്ടിന്യൂസ് ടെൻസും അറബിയിൽ ഒന്നിച്ച് പറയുമ്പോൾ ഒരു ചെറിയ വ്യത്യാസം വരുത്തലുണ്ട്. ഫ സ രണ്ട് അക്ഷരങ്ങളാണ് എന്നെ മുളിച്ചത്. നുയസ്സിറുഹു ഫസനുയസ്സിറുഹു. ഫ എന്ന് പറഞ്ഞാൽ ദെൻ, അപ്പോൾ. സ എന്ന് പറഞ്ഞാൽ കണ്ടിന്യൂസ്ലി, നമ്മൾ ചെയ്തുകൊണ്ടേയിരിക്കുന്ന. അപ്പോൾ നൽകാൻ തയ്യാറാവുമ്പോൾ, സൂക്ഷ്മത പാലിക്കാൻ തയ്യാറാവുമ്പോൾ തന്നെ അവൻ്റെ ജീവിതത്തിൻ്റെ മാർഗം അല്ലാഹു തആല സുഗമമാക്കി കൊടുക്കുന്നു. ഇതൊക്കെ ചെയ്തതിന് ശേഷം പിന്നീട് വരികയാണെങ്കിൽ സൗഫ എന്ന വാക്കാ ഉപയോഗിക്കുക. അപ്പോൾ ഇമ്മീഡിയറ്റായിട്ട് എപ്പോഴാണ് മനുഷ്യ മനസ്സ് മറ്റുള്ളവരെ പരിഗണിച്ചു കൊണ്ട് കൊടുക്കാനും സൂക്ഷ്മത പാലിക്കാനും ഉത്കൃഷ്ട നടപടികളുമായി നീങ്ങാൻ തീരുമാനിക്കുന്നത്, പ്രാവർത്തികമാക്കാനുള്ള സംവിധാനവും സൗകര്യവും അല്ലാഹു സുബ്ഹാനഹു വ തആല എളുപ്പത്തിലായി കൊടുക്കും. അപ്പോൾ ജീവിതത്തിൻ്റെ വഴി സുഗമമാണെങ്കിൽ, നമ്മളെ ദൈനംദിന ജീവിതത്തിൻ്റെ വഴി സുഗമമാവണമെങ്കിൽ യഥാർത്ഥത്തിൽ ഇങ്ങനെയുള്ളൊരു ഹൃദയവിശാലമായ ഒരു നയനിലപാട് ആവശ്യമാണ്. ഇതില്ലാത്തത് വലിയ കുഴപ്പം ചെയ്യുമെന്നുള്ളതിനാണ് ലോക ചരിത്രത്തിലെ കുറേ ഉദാഹരണങ്ങൾ നേരത്തെ പറഞ്ഞത്. അപ്പോൾ അമ്മ നേരെ അപ്പുറത്ത് ഇതേപോലെ മൂന്നെണ്ണം. അമ്മാമൻ ബഖില വസ്തഗ്ന, കൊടുക്കാതെ പിടിച്ചു വെക്കുക, അല്ലെങ്കിൽ ആവശ്യമുള്ളത് ചെലവഴിക്കാതെ ദൂർത്തടിക്കുക, ഇതൊക്കെ ബഖീൽ തന്നെ എന്നൊക്കെ നമ്മൾ മലയാളത്തിൽ അറബിയും കൂടി ചേർത്ത് പറയാറുണ്ട്. അപ്പോൾ ബഖില വസ്തഗ്ന, അതായത് സ്വന്തം നിലക്ക് തന്നെ പിടിച്ചു വെക്കുകയും കിട്ടിയതൊക്കെ എൻ്റെതാണെന്നുള്ള ധാരണയിൽ പിടിച്ചു വെക്കുകയും. സത്യനിഷേധമാണത്, സത്യനിഷേധമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നത് അത് എൻ്റേതാണെന്നുള്ളതിൽ പിടിച്ചു വെക്കുക. എന്നിട്ട് വസ്തഗ്ന, എനിക്കാരുടെയും ആവശ്യമില്ല എന്ന് പറയും. അല്പം പണവും പ്രതാപമൊക്കെ നമ്മൾ കിട്ടിയാൽ ആളുകൾ ഉടക്കുമ്പോൾ സാധാരണ പറയാം, എനിക്കെൻ്റെ സഹായമൊന്നും വേണ്ട. മക്കളെ വളർത്തി വലുതായി കുറച്ച് ഒരു ഡിഗ്രിയോ ജോലിയൊക്കെ കിട്ടി പ്രേമത്തിലൊക്കെ കൊടുക്കും. പലപ്പോഴും അനുഭവപ്പെട്ടിട്ടുണ്ട്. കൗൺസിലിങ്ങിനൊക്കെ വരുന്ന ആളുകൾ മകള് വാപ്പനടുത്തും ഉമ്മനടുത്തും, എനിക്ക് നിങ്ങളെ സഹായമൊന്നും ആവശ്യമില്ല. ഇതുവരെ വളർത്തി വലുതാക്കിയ അവരുടെ ചോരയും നീരുമൊക്കെ ഉപയോഗിച്ച് വലുതാക്കിയ അവരുടെ മുഖത്ത് നോക്കിയിട്ട് എനിക്ക് നിങ്ങളെ സഹായമൊന്നും ആവശ്യമില്ല എന്ന് പറയുമ്പോൾ എല്ലാത്തരം സത്യങ്ങളെയും ഒറ്റയടിക്ക് നിഷേധിക്കുകയാണ്. ആരോട് പറഞ്ഞാലും അത് സത്യനിഷേധമാണ്. കാരണം മനുഷ്യർ പരസ്പരം സഹായിക്കേണ്ടവരാണ്, സഹായം ആവശ്യമാണ്. ആർക്ക് എപ്പോൾ ആരുടെ സഹായം വേണമെന്ന് ആർക്കും നേരത്തെ പ്രവചിക്കാൻ പറ്റില്ല. അത്ര നിസ്സഹായനാണ് മനുഷ്യൻ്റെ അവസ്ഥ. പക്ഷെ ഒരു നൈമിഷികമായ വികാരത്തിൽ പൈശാചിക ദൗർബോധനം കൊണ്ട് ചൂടാവുമ്പോൾ പറയും, എനിക്ക് അവൻ്റെ സഹായമൊന്നും ആവശ്യമില്ല, എനിക്കെൻ്റെ സഹായം വേണ്ടടോ എന്ന് സഹോദരൻ്റെ മുഖത്ത് നോക്കി പറയും. അതാണ് സ്വയം പര്യാപ്തം അടിക്കുക. വളരെ കർക്കശമായി അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ താക്കീത് ചെയ്തൊരു സംഗതിയാണ്. മിക്കവാറും ഒരു 75-80% ആളുകളിലുള്ള ഒരു മാനസികമായ ഒരു രോഗമാണിത്, സ്വയം പര്യാപ്തത നടിക്കുക എന്നുള്ളത്. തനിക്ക് താൻ പോകുന്നവനാണ് എന്ന് വിചാരിക്കാവുന്നത്. വിദ്യാഭ്യാസത്തിൻ്റെയോ ധനത്തിൻ്റെയോ സ്ഥാനമാനങ്ങളുടെയോ ഒക്കെ പിൻബലം കണ്ടുകൊണ്ട് വിചാരിക്കും, എനിക്ക് മറ്റാരുടെയും സഹായം ആവശ്യമില്ല, സ്വയം പര്യാപ്തത നടിക്കുക. അങ്ങനെ സ്വയം പര്യാപ്തത നടിക്കുന്ന ആൾക്കാരെ ബഖീൽ, സ്വയം പര്യാപ്തത നടിക്കുന്ന വകദബ ബിൽ ഹുസ്ന, ഉത്കൃഷ്ട നടപടികളെ കള്ളപ്പെടുത്തുക അല്ലെങ്കിൽ നിഷേധിക്കുകയും ചെയ്യുന്ന ആളുകൾ. അപ്പോൾ നേരത്തെ പറഞ്ഞ 3 സ്വഭാവങ്ങൾ നേരെ വിരുദ്ധമായ 3 സ്വഭാവങ്ങളും പറയാം. അങ്ങനെയുള്ള ആളുകൾ അന്ധകാരത്തിലൂടെയാണ് നീങ്ങുന്നത്. ഫസനുയസ്സിറുഹു ലിൽ ഉസ്ര, അവൻ്റെ ജീവിതത്തിൻ്റെ മാർഗ്ഗം എത്ര സുഗമമായാലും ഉടനെ തന്നെ അവൻ്റെ പ്രയാസത്തിൻ്റെ വഴിയിലേക്ക് നാം തള്ളിവിടും. അപ്പോൾ ജീവിതത്തിൽ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഉണ്ടാകുന്നത്, യഥാർത്ഥത്തിൽ കഷ്ടപ്പാടുകളും പ്രയാസങ്ങളും ഉണ്ടാകുന്നത് ഈ അന്ധകാരത്തിൻ്റെ വഴിയിലൂടെ സഞ്ചരിച്ചാലാണ് ആത്യന്തികമായി അനുഭവപ്പെടുന്നത്. ആളുകളെ കൊന്നും അതുപോലെ അക്രമത്തിന് അക്രമം ചെയ്തുകൊണ്ട് ശാന്തി ഉണ്ടാക്കാൻ പറ്റില്ല, സമാധാനം ഉണ്ടാക്കാൻ പറ്റില്ല. അതിൻ്റേതായ നില അല്ലാഹു സുബ്ഹാനഹു വ തആല വിശദീകരിച്ചതിലൂടെ മാത്രമേ ശാന്തിയും സമാധാനമൊക്കെ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. ഇത്തരം ആളുകൾ ബഖീൽത്തനം കാണിച്ച് സ്വയം പര്യാപ്തത നേടി പിടിച്ചു വെക്കുന്ന ആളുകളെ ഒമാ യുഗ്നി അൻഹു മാലുഹു ഇദാ തറദ്ദ, വളരെ കർക്കശമായൊരു ഭാഷയാണ് പ്രയോഗിച്ചുള്ളത്. അവൻ നശിക്കുമ്പോൾ അവൻ്റെ പണം അവന് പ്രയോജനം ചെയ്യുകയില്ല. അവന് നശിച്ചു പോകുമ്പോഴേ അവൻ്റെ പണം ഒരു പ്രയോജനവും ചെയ്യില്ല. ഇന്ന അലൈന ലൽ ഹുദ, മാർഗദർശനം നൽകൽ നമ്മുടെ ബാധ്യതയായതുകൊണ്ടാണ് ഇതൊക്കെ പറഞ്ഞു തരുന്നത് എന്നുള്ളത്. വഇന്ന ലനാ ലൽ ആഖിറത വൽ ഉല, ഈ ദുന്യാവും അതിന് ശേഷം വരുന്ന പരലോകമൊക്കെ നമ്മുടെ ഉടമസ്ഥതയിലുള്ളത് തന്നെയാണ് നിങ്ങൾ മനസ്സിലാക്കണം. ഇതിൽ നിന്ന് നിങ്ങൾക്ക് മോചനമില്ല. ദുന്യാവിൽ നിന്ന് രാജിവെച്ചു പോകാൻ പറ്റില്ല, അത് പരലോകത്തേക്കാണ് പോവുക.
ആ പരലോകവും നമ്മുടെ കയ്യിൽ തന്നെയാണ്. അപ്പം അതുകൊണ്ട് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം യാതൊരു തരത്തിലും ഈ രണ്ടാലൊരു വഴിയിലൂടെ സഞ്ചരിക്കുകയല്ലാതെ നിവർത്തിയില്ല. ആ രണ്ടാമത്തെ വഴിയിലൂടെ സഞ്ചരിച്ചാൽ അത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം തീർത്തും അന്ധകാരവൃതമായ വഴിയിലൂടെ ആയിരിക്കും, നാശത്തിലായിരിക്കും ചെന്നെത്തുക, പ്രയാസങ്ങളുടെ ലോകത്തായിരിക്കും ചെന്നെത്തുക. അതുകൊണ്ട് ഫഅൻദർതുക്കും നാറൻ ഫലല്ല, കത്തിയാളുന്ന ഒരു നരകമാണ് അതിൻ്റെ അന്ത്യത്തിൽ നിങ്ങളെ കത്തിരിക്കുന്നത് എന്ന് ഞാൻ നിങ്ങളോട് ഇതാ താക്കീത് ചെയ്യുകയാണ്. ലാ യസ്ലഹാ ഇല്ലൽ അഷ്ഖല്ലദീ കദ്ദബ വതവല്ല. അങ്ങേയറ്റത്തെ നിർഭാഗ്യവാൻ, അവന് നിഷേധിക്കുകയും പിന്തിരിഞ്ഞു പോവുകയും ചെയ്തു. ഈ പറഞ്ഞ ആദർശങ്ങളെ നിഷേധിക്കുകയും ഇതിൽ നിന്ന് പിന്തിരിഞ്ഞു പോവുകയും ചെയ്തു. അവനല്ലാതെ അതിൽ പ്രവേശിക്കുകയില്ല. വസയുജന്നബുഹൽ അത്ഖല്ലദീ യുഅ്തി മാലഹു യതസക്ക. അതായത് അതിൽ നിന്ന് ഒഴിച്ചു നിർത്തുന്നവൻ പരിശുദ്ധ നേടാൻ വേണ്ടി തൻ്റെ ധനം ചെലവഴിക്കുന്ന ആളുകളാണ്. അവിടെ ധനം എടുത്തു പറഞ്ഞു, മാല്. പരിശുദ്ധ നേടാൻ ധനം ചെലവഴിക്കുക, മറ്റുള്ളവർക്ക് വേണ്ടി ചെലവഴിക്കുന്നതിൻ്റെ പ്രാധാന്യം അവിടെ വളരെ ഊന്നി പറഞ്ഞു. വമാലി അഹദിൻ ഇൻദഹു മിൻ നിഅമത്തിൻ തുജ്സ. അവർക്ക് പ്രത്യുപകാരം ചെയ്യേണ്ടതായ ഒരു അനുഗ്രഹവും അല്ലാഹു സുബ്ഹാനഹു മറ്റാർക്കും ഉണ്ടായിരിക്കില്ല. അതായത് എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അവരാരിൽ നിന്നും ഒരു പ്രത്യുപകാരം പ്രതീക്ഷിക്കുന്നില്ല. ലാ ജസാഅ മിൻകും വലാ ശുക്കൂറ. നിങ്ങളിൽ നിന്ന് നന്ദിയും പ്രതിഫലമൊന്നും ആഗ്രഹിക്കുന്നില്ല. അതൊക്കെ അല്ലാഹു സുബ്ഹാനഹു തആലയിൽ നിന്നാണ്. അങ്ങനെയുള്ള സൂക്ഷ്മതാബോധമുള്ള മനസ്സും ചിന്താഗതിയും പ്രവർത്തനവും അതിൻ്റെ പ്രതിഫലവും അതാണ് സത്യവിശ്വാസികൾ നേടിയെടുക്കേണ്ടത് എന്നാണ് ഗൗരവപൂർവ്വം ഇതിൽ ഉണർത്തിക്കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു തആല പഠിപ്പിക്കുന്നത്. അങ്ങനെയുള്ള യഥാർത്ഥ സത്യവിശ്വാസികളിൽപ്പെട്ട് ജീവിത വിജയം നേടാൻ കാരുണ്യവാനായ തമ്പുരാൻ നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി ഹംദൻ കസീറൻ തയ്യിബൻ മുബാറകൻ യംബഗി ലിജലാലി വജ്ഹിഹി അളീമി സുൽത്താനി സുബ്ഹാനക ലാ നസീദനാ കമാ സനൈത നഫ്സഹു ലകൽ ഹംദു ഹത്താ തർലാ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീമ ഫിൽ ആലമീന ഇന്നക ഹമീദും മജീദ്. അയ്യുഹൽ ഇഖ്വത്തുൽ അഹ്ബ, ഊസിക്കും വഇയ്യായ സാനിയം ബിതഖ്വല്ലാഹ്. പ്രിയമുള്ള സഹോദരങ്ങളെ, ഒരിക്കൽ കൂടി അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ മാനിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് എന്നോടെന്ന പോലെ നിങ്ങളോട് ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുക. ജീവിതത്തിലെ സംഭവങ്ങളുണ്ടാകുമ്പോൾ അധികം ആളുകൾ വിചാരിക്കുന്നത് അത് നമ്മളങ്ങനെ ഉണ്ടാക്കുകയാണ്. അല്ല, അതിന് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഒരു പ്ലാനുണ്ട്. അപ്പം ഞാൻ തെറ്റ് ചെയ്ത് അള്ളാഹ് വിചാരിച്ചിട്ടാണ് അവൻ ഞാൻ ഉത്തരവാദിയല്ല എന്നൊക്കെ ദുശാഠ്യം പറയുന്ന ചില മനസ്സുകളുണ്ടാവാം. നന്മയും തിന്മയും അല്ലാഹു സുബ്ഹാനഹു വ തആല എന്നുള്ളതാണ്. നന്മയുടെ വഴി ആഗ്രഹിക്കുകയും നന്മയിൽ ഉറച്ചു നിൽക്കുകയും അതിനുവേണ്ടി നിരന്തരമായി പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആ വഴി അല്ലാഹു സുബ്ഹാനഹു വ തആല നടത്തും. പരീക്ഷണാർത്ഥം ചില പ്രയാസങ്ങൾ ഉണ്ടാക്കും. അത് കണ്ടിട്ട് പിന്തിരിഞ്ഞു പോകുന്നുണ്ടോ ഇല്ലേ, യഥാർത്ഥത്തിൽ വിശ്വാസവും അറിവും വിശ്വാസമൊക്കെ യാഥാർത്ഥ്യം തന്നെയാണോ എന്നറിയുന്നതിന് വേണ്ടിയുള്ളൊരു പരീക്ഷണം നമുക്ക് നമ്മെ ബോധ്യപ്പെടുത്തണം. അതുകൊണ്ടാണ് ഒരുപാട് പരാജയങ്ങൾക്കുള്ളിൽ ഒടുവിലാണ് പലപ്പോഴും വിജയം നമ്മളെ തേടിയെത്തുക. പ്രവാചകന്മാരെയും പരാജയം പിടികൂടിയിട്ടുണ്ട് എന്നുള്ളത്. വഹദിലും ഹുനൈനിലും അള്ളാഹുവിൻ്റെ റസൂൽ കൂടെ ഉണ്ടായിരുന്നിട്ടും യുദ്ധരംഗത്ത് നിന്ന് ഓടി അകലെ മാറിയ ആളുകളെ കുറിച്ച് ഖുർആൻ പറയുന്നു. നിങ്ങൾ തിരിഞ്ഞു നോക്കാതെ ഓടിയെന്നാണ്. ഞാൻ അള്ളാഹുവിൻ്റെ പ്രവാചകനാണ്, ഇവിടെ വരൂ, താൽ എന്ന് പറഞ്ഞ് പ്രവാചകൻ വിളിച്ചപ്പോൾ തിരിഞ്ഞു നോക്കാതെ ഓടിയ സത്യവിശ്വാസികൾ. അതും പ്രവാചകൻ്റെ സ്കൂളിൽ 15 കൊല്ലവും 20 കൊല്ലവും ഒക്കെ ട്രെയിനിങ് കിട്ടിയതിന് ശേഷം, ഡയറക്റ്റ് ട്രെയിനിങ് കിട്ടിയതിന് ശേഷമാണ് ബദറിൽ ജയിച്ചപ്പോൾ ഉഹദിലും അങ്ങ് ജയിക്കുമെന്ന് പറഞ്ഞ് പോയിരുന്നു. അവിടെ ചില സംഗതികളെ ഏർപ്പാടാക്കിയിരുന്നു. അതിൽ ലേശം വ്യത്യാസം വരുത്തി, ചിന്ത ഭൗതികമായി. അപ്പോൾ പടച്ചോനൊന്നും നല്ലോണം പഠിപ്പിച്ച് ബേജാറായി ഓടി. അപ്പോൾ പരാജയങ്ങളുടെ ഭൗതികമായ പരാജയങ്ങൾ അത് നിങ്ങളുടെ ജീവിതത്തിൻ്റെ വിജയപരാജയത്തിൻ്റെ മാനദണ്ഡങ്ങളാക്കേണ്ടതില്ല. ജീവൻ നഷ്ടപ്പെടുന്നത് പോലും അങ്ങനെയാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്.
നമ്മളൊരു സംഗതി ചെയ്തു, ജീവൻ നഷ്ടപ്പെട്ടു പോയി, നോ പ്രോബ്ലം, അതായത് പ്രശ്നമില്ല. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് പോവാ. അവിടെ ഉന്നതമായ സ്വർഗ സോപാനം നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നു എന്ന് വെച്ചാൽ ഒരിക്കലും അവസാനിക്കാത്ത പ്രതീക്ഷ നൽകിക്കൊണ്ട് മനുഷ്യനെ വളർത്തിക്കൊണ്ടുപോകുന്ന ഒരു വലിയ സംവിധാനം. ഒരുപാട് കുരുന്നുകളെ വെടിവെച്ച് വന്നു എന്ന് നമ്മൾ പറഞ്ഞു. ലോകം മുഴുവൻ നടുങ്ങി അപലപിച്ചു, ഭയങ്കരമായ തെറ്റ്. പക്ഷെ അതിൻ്റെ പിന്നിൽ, അങ്ങനെ ചെയ്യണമെന്നല്ല പറയണം, അതിൻ്റെ പിന്നിൽ സത്യവിശ്വാസികൾക്ക് ആനന്ദം നൽകുന്ന ഒരു സന്ദേശം അല്ലാഹു സുബ്ഹാനഹു വ തആല. നിരപരാധികളാണവർ, ഒന്നും ചെയ്തിട്ടില്ല, അതുകൊണ്ട് തന്നെ രക്തസാക്ഷികളാണ്, മരിക്കാത്ത രക്തസാക്ഷികൾ. അവർ അല്ലാഹുവിൻ്റെ ഉന്നതമായ സംവിധാനത്തിൽ ജീവിച്ചിരിക്കുന്നവരായി മാറുന്നുള്ള. സത്യവിശ്വാസികളാണെങ്കിൽ അവരെ അങ്ങോട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നീട്ടുന്നത്. ആ ക്രൂരത കാണിച്ചവരെ സംബന്ധിച്ചിടത്തോളം തൗബ ചെയ്ത് മടങ്ങിയില്ലെങ്കിൽ അവർക്ക് വിനാശകരമായ നരകമായിരിക്കും. ഈ ഒരു ചിന്താഗതി ഇല്ലെങ്കിൽ മനുഷ്യന് ജീവിക്കാൻ പറ്റില്ല. ഇപ്പോൾ നമ്മൾക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ഒരാളാണ് മരിച്ചു. നമ്മളിങ്ങനെ നോക്കിയിരിക്കുമ്പോൾ തന്നെ നമുക്ക് വ്യസനവും വേദനയും പ്രയാസമൊക്കെ ഉണ്ടാവും. അപ്പം തന്നെ സത്യവിശ്വാസിയാണെങ്കിൽ മലക്കുള്ളിൽ പറഞ്ഞിരുന്ന റാഹത്തല്ലേ, അൽഹംദുലില്ലാഹ്, സ്വർഗത്തിലേക്കല്ലേ പോയത്, എല്ലാ വേദനയും അവിടെ മാറി. ഏറ്റവും പ്രിയപ്പെട്ട ഭാര്യയാണ് മരിച്ചുപോയത്, അല്ലെങ്കിൽ ഭർത്താവാണ് മരിച്ചത്, അല്ലെങ്കിൽ ഉമ്മയാണ് മരിച്ചുപോയത്. ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അത് ശാന്തമായി നോക്കിക്കാണാനുള്ള മാനസികാവസ്ഥ ഉടനെ തന്നെ മലക്ക് അവനിലേക്ക് ഇങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല മലക്കുവഴി എത്തിച്ചു കൊടുക്കും. തതനസ്സലു അലൈഹിമുൽ മലായികതു അല്ലാ തഖാഫു വലാ തഹ്സനു വഅബ്ശിറൂ ബിൽ ജന്നത്തി അല്ലതി കുൻതും തുഅദൂൻ. നിങ്ങൾക്കുള്ളത് സ്വർഗമാണ് എന്ന് സത്യവിശ്വാസികളോട് നിരന്തരമായി പറഞ്ഞുകൊണ്ട് മാലാഖമാർ സത്യവിശ്വാസികൾക്ക് ചുറ്റിലുണ്ടാവും. പക്ഷെ അവിടെ ഉറച്ചു നിൽക്കണം. ഇന്നൽദീന ഖാലൂ റബ്ബുനല്ലാഹു വമസ്തഖാമു, അല്ലാഹുവാണ് രക്ഷിതാവ് എന്ന് പറയുകയും അതിൽ മാനസികമായി ഉറച്ചു നിൽക്കുകയും ചെയ്യണം. എല്ലാ പ്രയാസങ്ങളെയും അത് ജയിക്കാൻ, എല്ലാ വേദനകളെയും അത് ജയിക്കാൻ, എല്ലാ നഷ്ടങ്ങളെയും കഷ്ടങ്ങളെയും അത് ജയിക്കാൻ, എല്ലാ പരാജയങ്ങളെയും നിസാരമായി കണ്ടിട്ട് അതിൻ്റെ മുകളിലേക്ക് വരാൻ, എല്ലാ രോഗങ്ങളെയും അത് ജയിക്കാൻ, എല്ലാ ബുദ്ധിമുട്ടുകളെയും ദാരിദ്ര്യത്തെയും അത് ജയിക്കാൻ. കാരണം മാ അസാബ മിൻ മുസീബത്തിൻ ഇല്ലാ ബിഇദ്നില്ലാ, ഒരൊറ്റ സംഗതിയും, ഒരു ഇസാബത്ത്, അതായത് എന്തെങ്കിലും തരത്തിലുള്ള ഒരു പരീക്ഷണം, അത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അനുമതിയില്ലാതെ നിങ്ങളാരെയും ബാധിക്കുകയില്ല എന്ന് ഉറപ്പ് വന്നിരിക്കുന്നു. വമൻ യുഅ്മിൻ ബില്ലാഹി യഹ്ദി ഖൽബഹു. ഇതാണ് സത്യവിശ്വാസത്തിൻ്റെ സന്ദേശം. യഥാർത്ഥം നമ്മുടെ ജീവിതത്തിൻ്റെ മുന്നിൽ വരുന്ന പ്രശ്നങ്ങളെ അല്ലാഹുമായി ബന്ധിപ്പിച്ചുകൊണ്ട് മാനസികമായി ധൈര്യം നേടിയെടുത്ത് പ്രായോഗിക ജീവിതത്തിൽ അടിപ്പതറാതെ നിൽക്കുക. ഏത് സാഹചര്യത്തിലും ഒരു സത്യവിശ്വാസിക്ക് അത് സാധിക്കും എന്നുള്ളതാണ്. ഭൗതിക വിഭവങ്ങൾ ഉണ്ടായാലും ഭൗതിക വിഭവങ്ങൾ ഇല്ലെങ്കിലും, നാട്ടിൽ കുഴപ്പമുണ്ടാകുന്ന സമയത്തും നാട്ടിൽ ശാന്തി ഉണ്ടാകുന്ന സമയത്തും, യാത്രയിലായിരുന്നാലും മരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തായാലും, ഏത് സന്ദർഭത്തിലും സത്യവിശ്വാസിക്ക് അടിപ്പതറാത്തൊരു മനസ്സ് നൽകുക എന്നതാണ് ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ചെയ്തത്. അതിന് ഈ അന്ധകാരത്തെക്കുറിച്ചും പ്രകാശത്തെക്കുറിച്ചുമുള്ള വ്യക്തമായ ദിശാബോധം വേണം. നാം എപ്പോഴും അല്ലാഹുവിൻ്റെ ഒടൊപ്പമാണ്, അല്ലാഹുവിൻ്റെ പ്രകാശത്തിലേക്കാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ആ പ്രകാശത്തിൻ്റെ ഉന്നതിയിൽ നിന്ന് ഉന്നതിയിലേക്ക് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പോയി. അവസാനം ആ ദർശനം അല്ലാഹുവിനെ കണ്ടു എന്നുള്ളതല്ല. അത് മേറാജിൻ്റെ രാത്രി റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുമായി ഒരു കൂടിക്കാഴ്ച നടത്തിയതിനെ സംബന്ധിച്ച് ഹദീസുകളുണ്ട്. തിരിച്ചു വന്നപ്പോൾ ഒരു ദിവസം ആയിഷ ചോദിച്ച റബ്ബക യാ റസൂലല്ലാഹ്, താങ്കൾ നമ്മുടെ രക്ഷിതാവിനെ കണ്ടോ? ഉണ്ടെന്നോ ഇല്ലെന്നോ പറയാതെ നൂറുൻ ഇന്നി അറാഹു, പ്രകാശം അതിപ്പോഴും ഞാൻ കാണുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ആ ദിവ്യമായ പ്രകാശത്തിൻ്റെ ഒരു ഭയങ്കരമായ ഒരു ശക്തി. മനുഷ്യരുടെ പ്രതിനിധി എന്നുള്ള നിലയിലാണ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം പോയത്. നമ്മൾ അതുവഴി പഠിപ്പിക്കുക. നമ്മുടെ മനസ്സിൽ ആ ദിവ്യമായ പ്രകാശം എപ്പോഴും ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. കൃത്യമായി അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് പറഞ്ഞു, നിങ്ങളെ പ്രകാശത്തിലേക്ക് നയിക്കാൻ, പ്രകാശത്തിലേക്ക്, ജീവിതത്തിൻ്റെ പ്രകാശത്തിലേക്ക്, അന്ധകാരങ്ങളൊക്കെ അകറ്റി പ്രകാശത്തിലേക്ക് നയിക്കാൻ നാം മാലാഖമാരെ നിശ്ചയിക്കുന്നു. ഫഹു അലാ നൂരിൻ മിർ റബ്ബി വമൻ യശ്റഹ് സദ്റഹു ലിൽ ഇസ്ലാം ഫഹു അലാ നൂരിൻ മിർ റബ്ബി. സത്യവിശ്വാസവും സൽക്കർമ്മവുമാണ്, ദീനാണ്, ഇസ്ലാമാണ് ഒരു തന്നെ അവൻ്റെ ഹൃദയത്തിലുണ്ടെങ്കിൽ ഫഹു അലാ നൂരിൻ മിർ റബ്ബി, അവൻ്റെ രക്ഷിതാവിൻ്റെ പ്രകാശത്തിലാണ്. വളരെ ഗൗരവത്തിലാണ് സംഗതി പറഞ്ഞത്. അള്ളാഹുവിൻ്റെ പ്രകാശത്തിൽ ചലിച്ചുകൊണ്ടിരിക്കാനുള്ള ഒരു താല്പര്യം ദൃഷ്ടം. നമ്മുടെ നമസ്കാരവും നമ്മുടെ നോമ്പും നമ്മുടെ സക്കാത്തും നമ്മുടെ ഹജ്ജും നമ്മുടെ കൊടുക്കലും നമ്മുടെ ഇടപാടുകളും നമ്മുടെ ബന്ധങ്ങളുമൊക്കെ അള്ളാഹുവിൻ്റെ പ്രകാശത്തിൽ ചലിക്കാനുള്ള ഒരു പ്രയത്നത്തിൻ്റെ വഴിയായി മാറ്റിക്കഴിഞ്ഞാൽ
എല്ലാ പ്രശ്നങ്ങൾക്കും പ്രയാസങ്ങൾക്കും നമുക്ക് തീർച്ചയായിട്ടും ആശ്വാസം ഉണ്ടാകും. ഒരു പരാതിയും ഒരു പരിഭവവും ആരോടും പറയേണ്ടി വരില്ല. ശാന്തമായി എല്ലാത്തിനെയും നോക്കിക്കാണാനുള്ള ഒരു ധൈര്യം, തെങ്കൂറ്റം, തൻ്റെ ഇടം നമ്മുടെ മനസ്സിന് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകും. സത്യവിശ്വാസികളെ ആ ഉന്നത വിധാനത്തിലേക്കാണ് ഈ ഖുർആൻ കൊണ്ടുപോകുന്നത്. അവിടെ എത്തിച്ചേരാനും വിജയിക്കാനും കാരുണ്യവാനായ തമ്പുരാൻ നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്നല്ലാഹ മലായികതഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനൂ സല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് വഅലാ ആലി മുഹമ്മദ് കമാ സല്ലൈത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീമ ഫിൽ ആലമീന ഇന്നക ഹമീദും മജീദ്. اللهم ارض عن ابو بكر وعمر وعثمان وعلي بقيه اصحاب رسول الله اجمعين. കാരുണ്യവാനായ തമ്പുരാനെ, ഞങ്ങളുടെ എല്ലാ വൻപാപങ്ങളും ചെറുപാപങ്ങളും നീ പുറത്തു മാപ്പാക്കി തരണേ തമ്പുരാനെ. ഞങ്ങളുടെ മാതാപിതാക്കന്മാർ, സഹോദരങ്ങൾ, ഭാര്യ സന്താനങ്ങൾ, സുഹൃത്തുക്കൾ, നാട്ടാറുകൾ, അതുപോലെ തന്നെ മുഴുവൻ സത്യവിശ്വാസികൾ എല്ലാവർക്കും നീ പുറത്തു മാപ്പാക്കി തരണേ തമ്പുരാനെ. ഞങ്ങളിൽ നിന്ന് മുന്നേ നിന്നിലെത്തിയ ആൾക്കാരുടെ ഖബറിടങ്ങളെ നീ സ്വർഗ്ഗ പൂങ്കാവനങ്ങളാക്കി മാറ്റണേ തമ്പുരാനെ. അവരെയും ഞങ്ങളെയും നരകശിക്ഷയിൽ നിന്ന് കാക്കുകയും സ്വർഗം നൽകി അനുഗ്രഹിക്കുകയും ചെയ്യണേ തമ്പുരാനെ. അല്ലാഹുവേ, ദുആണ്ട് വസിയത്തിച്ച ഒരുപാട് ആളുകളുണ്ട്. അവരുടെ രോഗങ്ങളും പ്രയാസങ്ങളും കടങ്ങളും കഷ്ടപ്പാടുകളൊക്കെ നീ മാറ്റിക്കൊടുക്കണേ തമ്പുരാനെ. ആശ്വാസവും സമാധാനം നൽകണേ തമ്പുരാനെ. ഞങ്ങളുടെ സാമ്പത്തികമായ ഇടപാടുകളൊക്കെ സുഗമമാക്കി തരണേ തമ്പുരാനെ. ഞങ്ങളുടെ നാട്ടിലും വീട്ടിലും ഹൈറും ബർക്കത്തും നൽകി അനുഗ്രഹിക്കണേ തമ്പുരാനെ. ഞങ്ങളുടെ കുടുംബങ്ങളിൽ പടച്ചവനെ ശാന്തിയും സമാധാനവും നൽകണേ, അനുഗ്രഹിക്കണേ നാഥ. പടച്ചവനെ, ഞങ്ങളുടെ സന്താനങ്ങളിൽ സമ്പത്തുകളിൽ നീ നന്മ വർദ്ധിപ്പിച്ചു തരണേ തമ്പുരാനെ. ഈ ദീനിനെ യഥാവിധി മനസ്സിലാക്കാനും മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കാനുള്ള തൗഫീഖ് നൽകണേ തമ്പുരാനെ. പ്രാർത്ഥനാ നിരതമായ ഒരു മനസ്സ് ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കണേ തമ്പുരാനെ. എപ്പോഴും നിന്റെ പ്രകാശത്തിൽ നിലകൊള്ളാനുള്ള തൗഫീഖ് നൽകണേ തമ്പുരാനെ. അന്ധകാരത്തിന്മേൽ പൈശാചിക തൊട്ട് ഞങ്ങളെ നീ കാക്കണേ തമ്പുരാനെ. ഏത് നിമിഷവും നിന്നെ ഓർക്കുന്ന ഒരു മനസ്സ് തരണേ തമ്പുരാനെ. അങ്ങനെ ശാന്തഗതി പ്രാപിക്കുന്ന മനസ്സ് തരണേ തമ്പുരാനെ. അങ്ങനെ ആശ്വാസകരമായി ഇവിടെ നിന്ന് മരിച്ചു നിന്നിലേക്ക് എടുക്കുമ്പോൾ വരാനുള്ള തൗഫീഖ് നൽകണേ തമ്പുരാനെ. സക്രാത്തുൽ മൗത്തിന്റെ വേദന ഞങ്ങൾക്ക് ആശ്വാസമാക്കി തരണേ തമ്പുരാനെ. കബറിടങ്ങളെ പ്രകാശപൂരിതങ്ങളാക്കി മാറ്റണേ തമ്പുരാനെ. മഹ്ശറിൽ ഞങ്ങളെ സഹായിക്കണേ തമ്പുരാനെ. അല്ലാഹുവേ, നരകശിക്ഷയിൽ നിന്ന് കാത്ത് സ്വർഗത്തിൽ ഫിർദൗസിൽ നിന്റെ ലിഖാ നൽകി അനുഗ്രഹിക്കണേ നാഥ. ഈ പ്രാർത്ഥന തട്ടിക്കളയാതെ സ്വീകരിക്കണേ, ഇതിന് ഉത്തരം നൽകി അനുഗ്രഹിക്കണേ തമ്പുരാനെ. ഈ പ്രാർത്ഥന തട്ടിക്കളയാതെ സ്വീകരിക്കുകയും ഇതിന് ഉത്തരം നൽകി അനുഗ്രഹിക്കുകയും ചെയ്യണേ തമ്പുരാനെ. നാഥ, ഈ പ്രാർത്ഥനകളൊന്നും തട്ടിക്കളയാതെ സ്വീകരിക്കുകയും ഇതിന് ഉത്തരം നൽകി അനുഗ്രഹിക്കുകയും ചെയ്യണേ തമ്പുരാനെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات والأحياء منهم والأموات. اللهم أعز الإسلام والمسلمين. اللهم أعز الإسلام والمسلمين. اللهم أعز الإسلام والمسلمين. اللهم انصر أعمال المجاهدين في كل أماكن الأرض يا أرحم الراحمين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. وآخر دعوانا الحمد لله رب العالمين.